എല്ലാ ബന്ധുക്കൾക്കും മൂകാംബിക അമ്മയുടെ മുന്നിലേക്ക് സ്വാഗതം. മീനമാസത്തിലെ ഉത്രം നാള് തൊട്ടിട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്, ആണ്ടുത്സവമാണ് ഇവിടെ നടക്കുന്നത്, അമ്മയുടെ മുന്നിൽ നടക്കുന്നത്. അതിൽ ഇന്നലെ ആയിരുന്നു അമ്മയുടെ ജന്മനക്ഷത്രം, അതായത് മൂല നക്ഷത്രം, അതായിരുന്നു രഥോത്സവം ഉണ്ടായിരുന്നത്. ഇന്ന് 9-ാം നാളാണ്. ഇന്ന് വന്നിട്ട് അമ്മയുടെ ആറാട്ടാണ്. ഇപ്പം അതിന് മുന്നേ, ആറാട്ടിന് മുന്നേ അകത്ത് വന്നിട്ട് അമ്മയുടെ മുന്നിൽ വന്നിട്ട് വേറൊരു ആഘോഷം നടക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിനു മുന്നേ അമ്മേനെ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് ആ ഒരു മഞ്ഞൾ നീരാട്ടാണ്. അതിനെ പറയണത്, കർണാടകത്തിൽ പറയുന്ന പേര് ഹോക്ലി ബാത്ത് എന്നാണ്. ഹോക്ലി ഹൊണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഹോളീൻ്റെ ആ സമാനമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഹോക്ലി ഹൊണ്ട എന്ന് പറയുന്നത് ഹൊണ്ട എന്ന് പറയുന്ന കന്നഡ വാക്ക് എന്നുള്ളത് ഒരു കുഴിയാണ്. അതിനെയാണ് ഹൊണ്ട. ഒരു കുളം പോലെ ഒരു കുഴിയുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ട്, മഞ്ഞളും വെള്ളം നിറച്ചിട്ട് ഇവിടുത്തെ പൂജാരിമാരും വന്ന്, നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുകയാണ്, അതിന് മുങ്ങി കുളിക്കുകയാണ് ചെയ്യണത്. അതാണ് ഇന്നിവിടെ നടക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് അമ്മേനെ പുറത്ത് ആറാട്ടിന് കൊണ്ടുപോവാണ്. ആറാട്ടിന് കൊണ്ടുപോയിട്ട് അമ്മേനെ അവിടെ നീരാട്ട് കഴിഞ്ഞിട്ട് ആദ്യം വന്ന് അമ്മേനെ പൂജാരിമാരും ആൾക്കാരൊക്കെ കൂടി അതിൽ വെള്ളത്തിൽ മുക്കിയെടുക്കും, നീരാട്ടി എടുക്കും. അതിനുശേഷം അമ്മേനെ തോണിയിലിരുത്തിയിട്ട് 3 പ്രദക്ഷിണം, സൗപർണികയിൽ 3 പ്രദക്ഷിണം വരും. അത് കഴിഞ്ഞിട്ട് അമ്മേനെ ആറാട്ട് മണ്ഡപത്തിലിരുത്തും. അതിനെയാണ് ഒലക്ക മണ്ഡപം എന്നാണ് പറയുക. ഇവിടെ കർണാടക വേടാണ് ഒലക്ക മണ്ഡപം എന്ന് പറയുന്നത്. അതിൽ അമ്മേനെ മണ്ഡപത്തിലിരുത്തും. അത് കഴിഞ്ഞ് പള്ളിവേട്ടയുണ്ട്. പിന്നെ അമ്മേനെ തിരിച്ചു കൊണ്ടുവരുന്നത് നാളെ രാവിലെയാണ്. സൗപർണികയുടെ തീരത്ത് ആ മണ്ഡപത്തിൽ തന്നെ അമ്മേനെ ഇരുത്തിയിട്ട് നാളെ രാവിലെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അമ്മേനെ അകത്ത് കയറ്റിയിട്ട് കൊടിയിറക്കും. ഇതായിരുന്നു ഈ 10 ദിവസം നടക്കുന്ന ഉത്സവം. നാളെ ലാസ്റ്റാണ്. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയണോ. എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് എന്തായാലും ഇന്ന് ഈ ഹോളി ബാത്തിലേക്ക് ആ ഒരു കാഴ്ചയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് കാണാം. ബാത്തിന്റെ ഇതൊരു കുളമാണ്. ഈ കുളത്തിലാണ് മഞ്ഞൾ വെള്ളമാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഇതിലാണ് ഇനി ഇവിടുത്തെ സ്വാമിമാരും എല്ലാവരും കൂടി. അതിനു മുമ്പ് ചെറിയൊരു കളിയും കൂടിയുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം, കാഴ്ചയിലേക്ക്. അമ്മയുടെ സാന്നിധ്യത്തിലാണ്, അമ്മ കണ്ടോ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പൊ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ചടങ്ങിന് വേണ്ടിയിട്ട് അതിന് മാത്രം ഉപയോഗപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അവരാണിത് ചെയ്യണത്. എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം.